ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലൻ. യു പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ 14ാമത്തെ വീഡിയോ ആണ്. നമ്മൾ ചെയ്യുന്നത് ജോഗ്രഫിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന പല ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വരാൻ സാധ്യതയുള്ള പല എക്സാംസിനും ഇതിനെ ബേസ് ചെയ്തിട്ട് പല ചോദ്യങ്ങളും ആവർത്തിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഡയമണ്ട് റിംഗ് ഫിനോമിനൻ ഈസ് ഒബ്സർവ്ഡ്. ഞാൻ സം വീക്സ് മുമ്പ് നമ്മൾ എക്ലിപ്സുകളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എക്ലിപ്സുകളെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൽ പല കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിക്കലി നമുക്ക് എക്ലിപ്സുകളെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം: ടോട്ടൽ സോളാർ എക്ലിപ്സ്, ആനുലാർ സോളാർ എക്ലിപ്സ്, കൂടാതെ പാർഷ്യൽ സോളാർ എക്ലിപ്സ്. അപ്പോൾ ഇവ എന്തൊക്കെയാണ് മൂന്നും? ഒരു ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യനെ നമ്മുടെ ചന്ദ്രൻ പൂർണ്ണമായിട്ടും മറയ്ക്കുന്നതിനെയാണ് നമ്മൾ ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ടോട്ടൽ സോളാർ എക്ലിപ്സ് ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഡയമണ്ട് റിംഗ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അടുത്താണ് ആനുലാർ സോളാർ എക്ലിപ്സ്. ആനുലാർ സോളാർ എക്ലിപ്സ് ഉണ്ടാകുന്ന സമയത്ത് സൂര്യനെക്കാളും ചെറുതായിട്ട് അതിൻ്റെ കേന്ദ്രഭാഗത്തായിട്ട് നമ്മുടെ ചന്ദ്രൻ വന്ന് നിൽക്കും. അതായത് സൂര്യനെക്കാളും ചെറുതായിട്ട് സൂര്യനുള്ളിൽ തന്നെ നമ്മുടെ ചന്ദ്രൻ വന്ന് നിൽക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ചന്ദ്രൻ്റെ എഡ്ജസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു തീ കൊണ്ടുണ്ടാക്കിയ വളയം പോലെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ റിംഗ് ഓഫ് ഫയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ പാർഷ്യൽ സോളാർ എക്ലിപ്സ് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക. അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമല്ല. അതായത് സൂര്യൻ്റെ ഒന്നല്ലെങ്കിൽ താഴെ കൂടിയോ അല്ലെങ്കിൽ മുകളിൽ കൂടിയോ പാർഷ്യലായിട്ട് മാത്രം കവർ ചെയ്തിട്ട് നമ്മുടെ ചന്ദ്രന് പോകുന്ന സമയത്താണ് പാർഷ്യൽ സോളാർ എക്ലിപ്സുകൾ ഉണ്ടാകാറുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു പോകാം. നമ്മുടെ ചോദ്യം ഇതാണ്: ഡയമണ്ട് റിംഗ് ഫിനോമിനൻ ഈസ് ഒബ്സർവ്ഡ്. ഡയമണ്ട് റിംഗ് ഫിനോമിനൻ ഉണ്ടാവുന്നത് ഒരു ടോട്ടൽ സോളാർ എക്ലിപ്സ് ആരംഭിച്ച് അത് മുഴുവനായിട്ടും സൂര്യനെ ഓവർലാപ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പും അത് ഓവർലാപ്പ് ചെയ്ത് അതിൽ നിന്ന് പുറത്ത് വരുന്നതിൻ്റെ ആ തൊട്ട് നെക്സ്റ്റ് മൊമെൻറ്റിലുമാണ് നമുക്ക് ഈ ഒരു ഡയമണ്ട് റിംഗ് ഫിനോമിനൻ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രൻ്റെ ടോപ്പോഗ്രഫി കാരണം സൂര്യപ്രകാശം ചില ഭാഗം കൂടി നന്നായിട്ട് ഷൈൻ ചെയ്യുകയും അതിൻ്റെ ബാക്കിയുള്ള ചന്ദ്രൻ്റെ പെരിഫറിക്ക് ചുറ്റുമായിട്ട് സൂര്യപ്രകാശം സറൗണ്ട് ചെയ്ത് നിൽക്കുകയും ചെയ്യും. ഇത് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു ഡയമണ്ട് റിംഗ് പോലെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് ശരിക്കും ഡയമണ്ട് റിംഗ് ഫിനോമിനൻ എന്ന് പറയുന്നത്. അതായത് ചന്ദ്രൻ്റെ പെരിഫറി കൂടി, അതായത് ചന്ദ്രൻ്റെ ചുറ്റും സൂര്യപ്രകാശം വരികയും ചന്ദ്രൻ്റെ ടോപ്പോഗ്രഫി കാരണം ചില ഭാഗങ്ങളിൽ കൂടെ സൂര്യപ്രകാശം ഷൈൻ ചെയ്ത് വരികയും ചെയ്യുന്നതാണ് ഡയമണ്ട് റിംഗ് ഫിനോമിനൻ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ത് വരും? നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ഒൺലി അലോങ് ദ പെരിഫറൽ റീജിയൻസ് ഓഫ് ദ ടോട്ടാലിറ്റി ട്രെയിൽ. അതായത് എക്ലിപ്സിൻ്റെ ആരംഭത്തിലും അല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്, കംപ്ലീറ്റ് ആയിട്ടുള്ള അവസാനത്തിലും അല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് എപ്പോഴാണ് കാണാൻ സാധിക്കുന്നത്? ചന്ദ്രൻ്റെ പെരിഫറി കൂടെ സൂര്യപ്രകാശം തിളങ്ങുകയും ചില ഭാഗം കൂടി സൂര്യപ്രകാശം ഷൈൻ ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഡയമണ്ട് റിംഗ് ഫിനോമിനൻ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്. അത് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിട്ടുള്ള പോലെ സെൻട്രൽ റീജിയൻസ് ഓഫ് ദ ടോട്ടാലിറ്റി ട്രെയിനും അല്ല, അതുപോലെ തന്നെ സോളാർ എക്ലിപ്സിൻ്റെ ആരംഭത്തിലും അവസാനത്തിലുമല്ല. എപ്പോൾ മാത്രമാണ് ഒൺലി അലോങ് ദ പെരിഫറൽ റീജിയൻസ് ഓഫ് ദ ടോട്ടാലിറ്റി ട്രെയിലാണ് നമുക്ക് ഡയമണ്ട് റിംഗ് ഫിനോമിനൻ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കാം. നിങ്ങൾക്ക് പി എസ് സിക്ക് ഇത് ഇത്ര വലിയ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. നിങ്ങൾ പി എസ് സിക്ക് ഇങ്ങനെ മാത്രം പഠിച്ചാൽ മതി: ഡയമണ്ട് റിംഗ് ഫിനോമിനൻ ഉണ്ടാകുന്നത് ഒരു ടോട്ടൽ സോളാർ എക്ലിപ്സിൻ്റെ സമയത്താണെന്നും റിംഗ് ഓഫ് ഫയർ ഉണ്ടാകുന്നത് ഒരു അനുലാർ സോളാർ എക്ലിപ്സിൻ്റെ സമയത്താണെന്നും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ദ ഗ്രൂപ്പ് ഓഫ് സ്മോൾ പീസ് ഓഫ് റോക്ക് റിവോൾവിംഗ് അറൗണ്ട് ദ സൺ ബിറ്റ്വീൻ ദ ഓർബിറ്റ് ഓഫ് മാസ് ആൻഡ് ജൂപ്പിറ്റർ ആർ കോൾഡ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നമ്മുടെ ജോഗ്രഫിയിൽ നമ്മൾ അടുത്തെടുക്കാൻ പോകുന്നത് സോളാർ സിസ്റ്റത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് മീറ്റിയോർ ആണോ, കോമറ്റ്സ് ആണോ, മീറ്ററോയിഡ്സ് ആണോ, ആസ്ട്രോയിഡ്സ് ആണോ? നമ്മുടെ മാഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചൊവ്വയുണ്ട്. നമ്മുടെ ചൊവ്വയ്ക്കും ജൂപ്പിറ്ററിനും ഇടയിൽ കൂടി ഉള്ള ഒരു ഓർബിറ്റിൽ കൂടി കടന്ന് സൂര്യനെ ചുറ്റുന്ന ചെറിയ ചെറിയ നമ്മുടെ റോക്സിനെ, അല്ലെങ്കിൽ സ്മോൾ പീസ് ഓഫ് റോക്സിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? നമ്മളതിനെ വിളിക്കുന്ന പേര് ആസ്ട്രോയിഡ്സ് ആണ്. ആ ഒരു ഭാഗത്തെ വിളിക്കുന്നത് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നാണ്. സോ അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ആസ്ട്രോയിഡ്സ് ആണ് നമ്മുടെ ഉത്തരം. പിന്നെ ബാക്കി വരുന്നത് മീറ്റിയർ എന്താണ്, കൊമറ്റ്സ് എന്താണ്, മീറ്ററൈറ്റ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് നെക്സ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റമാണ്. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഈ വരുന്ന എല്ലാ കാര്യവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഇഫ് എർത്ത് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഈസ് റിവേഴ്സ്, വാട്ട് ഷുഡ് ബി ദ IST വെൻ ഇറ്റ്സ് നൂൺ അറ്റ് ദ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ? നമ്മുടെ ഭൂമിയുടെ കറക്കം തലതിരിഞ്ഞായെന്ന് വിചാരിക്കുക. ഭൂമിയുടെ കറക്കം തലതിരിഞ്ഞായാൽ
ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൽ ഉച്ച സമയം, അതായത് 12 ആകുന്ന സമയത്ത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST എത്രയാകും എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരം ആക്ച്വലി വളരെ എളുപ്പമാണ്. നമ്മുടെ സാധാരണയായിട്ട് ഭൂമി കറങ്ങുന്നത് വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ്. അപ്പോൾ വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് കറക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൽ നിന്നും ഒരു 5.5 മണിക്കൂർ നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അതിൻ്റെ കൂടെ ഒരു 5.5 മണിക്കൂർ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടൈം കിട്ടും. ഇനി എർത്തിൻ്റെ റൊട്ടേഷൻ റിവേഴ്സ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതേ കാര്യത്തെ റിവേഴ്സ് ചെയ്യുക, കൂട്ടുക എന്നുള്ളത് കുറയ്ക്കുക. അതായത് ഭൂമി വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് കറങ്ങുന്നതിന് പകരം ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്കാണ് കറങ്ങുന്നതെങ്കിൽ നിങ്ങൾ 5.5 മണിക്കൂർ ആദ്യമേ കൂട്ടുകയാണ് ചെയ്തതെങ്കിൽ 5.5 മണിക്കൂർ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം കിട്ടും. അത് 12 മണിയിൽ നിന്നും 5.5 മണിക്കൂർ കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 1 മണിക്കൂർ കുറച്ച് കഴിഞ്ഞാൽ 11 2 മണിക്കൂർ കുറച്ച് കഴിഞ്ഞാൽ 10 3 മണിക്കൂർ കുറച്ച് കഴിഞ്ഞാൽ 9 4 മണിക്കൂർ കുറച്ച് കഴിഞ്ഞാൽ 8 5 മണിക്കൂർ കുറച്ച് കഴിഞ്ഞാൽ 7 5.5 മണിക്കൂർ കുറച്ച് കഴിഞ്ഞാൽ 6:30 സോ നമ്മുടെ ഉത്തരം എത്രയാണ്? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 6:30 ആണ്. ഓക്കെ, ഇത് 24 hours ഈ ക്ലോക്ക് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 6:30 AM PM ഒന്നും പറയേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നോർമലി പറയുകയാണെങ്കിൽ 12 hours വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ 6:30 AM നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഇത് എക്സാമിന് വരാൻ വളരെ സാധ്യതയേറിയ ഒന്നാണ്. അതായത് എർത്തിൻ്റെ റൊട്ടേഷൻ, ഭൂമിയുടെ കറക്കം തലതിരിഞ്ഞായെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആ തന്നിരിക്കുന്ന സമയത്ത് നിന്നും പുറകോട്ട് ഈ ഒരു 5.5 മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം കിട്ടും. ഇനി നോർമൽ ആണെങ്കിൽ കൂട്ടി വെച്ചാൽ മതി, സാധാരണ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ. ഇനി ഇതെങ്ങനെയൊക്കെയാണ് വരുന്നത്, ഇതിൻ്റെ കഥ എന്താണെന്ന് അറിയണമെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ലാറ്റിറ്റ്യൂഡ്സും ലോങ്കിറ്റ്യൂഡ്സും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനെക്കുറിച്ചും ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡൗട്ട്സും മാറി കിട്ടും. ബേസിക്കലി നിങ്ങൾക്ക് അതിൻ്റെ സമയമൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി. നമ്മുടെ ഭൂമിയുടെ റൊട്ടേഷൻ തലതിരിഞ്ഞു എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധാരണ നമ്മൾ 5.5 മണിക്കൂർ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തലതിരിഞ്ഞ സമയത്ത് 5.5 മണിക്കൂർ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അത്ര സിമ്പിളാണത്. ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് കണ്ടീഷൻ ഈസ് മോസ്റ്റ് റിലവൻറ്റ് ഫോർ ദ പ്രസൻസ് ഓഫ് ലൈഫ് ഓൺ മാസ്? അതായത് നമുക്ക് കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ആ കണ്ടീഷൻസിൽ ചൊവ്വയിൽ ജീവൻ ഉണ്ടാകാൻ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ഏതെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, അതിൻ്റെ അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ കാരണമാണോ? രണ്ടാമത് അവിടെയുള്ള തെർമൽ കണ്ടീഷൻസ് കാരണമാണോ? മൂന്നാമതായിട്ട് ഒക്കറൻസ് ഓഫ് ഐസ് ക്യാപ്സ് ആൻഡ് ഫ്രോസൺ വാട്ടർ, അവിടെ ഐസ് ക്യാപ്സും അതുപോലെ തന്നെ തണുത്തുറഞ്ഞ ജലവും ഉള്ളതുകൊണ്ടാണോ? നാലാമതായിട്ട് ഒക്കറൻസ് ഓഫ് ഓസോൺ, അവിടെ ഓസോണിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണോ? അപ്പോൾ ഇതിൽ ഏത് കണ്ടീഷൻസ് കാരണമാണ് നമ്മൾ മാർസിൽ ജീവൻ ഉണ്ടാകാൻ സാധ്യത, അല്ലെങ്കിൽ ജീവൻ ഉണ്ടാകാൻ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ താഴെ തന്നിട്ടുള്ളതിൽ ഏതെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത്? നമ്മൾ മാർസിൽ ഇത്രയധികം പര്യവേഷണങ്ങളൊക്കെ നടത്തുന്നത്, അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു പ്രസൻസ് തപ്പിപ്പോകാനുള്ള കാരണം മാർസിൽ ഐസ് ക്യാപ്പുകളും അതുപോലെ തന്നെ തണുത്തുറഞ്ഞ വെള്ളവും ഉള്ളത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും മാർസിൽ ഒരുപക്ഷെ ജീവൻ ഉണ്ടാകാമെന്ന് പറയുന്നത്. അതവിടെയുള്ള ഫ്രോസൺ വാട്ടറും അതുപോലെ തന്നെ ഐസ് ക്യാപ്പുകളുടെ പ്രസൻസ് കൊണ്ടാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് നമ്മൾ പല എക്സ്പെരിമെൻറ്റുകളായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ജോഗ്രഫിയിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള പല ടോപ്പിക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഈ ഒരു കാര്യം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ കൂടെ അത് പലതും നിങ്ങൾ പഠിച്ചു വെക്കുക. ബിക്കോസ് അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പല എക്സാംസിന് വരാൻ സാധ്യതയുള്ള ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.